ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം പിന്നെയും കർത്താവ് നൽകിയല്ലോ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടി ലഭിച്ചു. അതിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് നല്ലത്, എന്താണ് മോശം എന്നൊക്കെ സ്വയമായി തീരുമാനമെടുക്കുവാൻ അവന് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്. നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിവ് അവനുണ്ട്. ദൈവം ജ്ഞാനവും പരിജ്ഞാനവും നൽകിയിട്ടുണ്ട്. തക്ക സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുവാനും അതിൻ പ്രകാരം കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാനും മനുഷ്യർക്ക് പ്രത്യേകമായിട്ടൊരു കഴിവും ബുദ്ധിയും ദൈവം നൽകിയിട്ടുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് ജീവിച്ച് അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവർ സ്വർഗത്തിൽ എത്തിച്ചേരും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണെന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഇഹലോക ജീവിതത്തിൽ ഏറ്റവും അധികം സംസാരിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസം അമേരിക്കയിലുള്ള ഒരു ശാസ്ത്രജ്ഞൻ സ്വർഗം യാഥാർത്ഥ്യമാണെന്ന് കണ്ടെത്തി എന്ന് സാക്ഷ്യപ്പെടുത്തുവാനിടയായി തീർന്നു. ആകാശത്തിൻ്റെ അനന്തതയിൽ സകല ജ്യോതിർഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും കടന്ന് പ്രകാശരശ്മി അവസാനിക്കുന്ന സ്ഥാനത്ത് സ്വർഗത്തിൻ്റെ സ്ഥാനമാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവിടെ സമയമില്ല. അവിടെ ആ സ്ഥാനത്തിനാണ് എറ്റേണിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം അത് ഉറപ്പായി പറയുന്നു, ഒരു സ്വർഗമുണ്ട്. അദ്ദേഹം ഒരു തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ അദ്ദേഹം കുറേ കാലമായി ഒരു വിശ്വാസിയായി ജീവിക്കുകയാണ്. ബൈബിളിനെ അംഗീകരിക്കാത്ത മനുഷ്യൻ, ദൈവത്തെ അംഗീകരിക്കാത്ത മനുഷ്യൻ ഒരു വിശ്വാസിയായി തീർന്നപ്പോൾ അയാളുടെ ജ്ഞാനമണ്ഡലത്തെ കർത്താവ് തുറന്നു കൊടുത്തു. മറ്റൊരു ശാസ്ത്രജ്ഞനും പറയുവാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹം വളരെ കൃത്യതയോടെ പറയുന്നു, ലോകത്തിൻ്റെ അങ്ങേ കോണിൽ ആകാശത്തിൻ്റെ അങ്ങേ അറ്റത്ത് സ്വർഗം എന്നൊരു വലിയ പ്രതിഭാസമുണ്ട്. അത് തനിക്ക് കാണുവാൻ കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അവകാശവാദം എന്തായാലും ദൈവം പറഞ്ഞതിനേക്കാളും യേശുക്രിസ്തു പറഞ്ഞതിനേക്കാളും അപ്പുറമായി ഒരു സത്യമില്ലല്ലോ. സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇതാ, നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ അവനവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നല്ലത് ചെയ്തവർ തീർച്ചയായും സ്വർഗരാജ്യത്തിലെത്തി ദൈവത്തോടൊപ്പം തങ്ങളുടെ നിത്യത കഴിക്കും. മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, രോഗമില്ലാത്ത, വേദനകളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത ഒരു സ്വർഗീയ നാട്ടിൽ ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. എന്നാൽ അതിനെതിരായി വേറൊരു ലോകത്തെക്കുറിച്ച് കൂടി നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് നരകം. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള
ആ സ്ഥലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടെ എപ്പോഴും ഗന്ധകവും തീയും കത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. സ്തോത്രം. അവിടെ ഉള്ള പുഴു ചാകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ പാപം ചെയ്ത് ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും സ്ഥാനം നരകമാണെന്ന് ഹല്ലേലൂയ, സ്തോത്രം, ലോകത്തോട് ആമേൻ യേശു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൽ അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. സ്തോത്രം. എന്താണ് ആ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്? കാരണം ന്യായം വിധിക്കുന്ന ഒരു ദൈവം മനുഷ്യൻ്റെ മറ്റുള്ള ഒരു യോഗ്യതയും നോക്കാതെ ജീവിതത്തിൽ ലഭിച്ച അവസരങ്ങൾ എത്രമാത്രം തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ പ്രയോജനപ്പെടുത്തിയെന്നാണ് കർത്താവ് പരിശോധിക്കുന്നത്. ആർക്കാണ് ദൈവം ഭയങ്കരനായി തീരുന്നത്? ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴാതെ ദൈവത്തോട് ചേർന്ന് സന്തോഷമായി ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം നാം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം. ഇതുവരെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും അതിനൊരു അവസരം ലഭിക്കാത്തവർ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവനാമത്തിൽ കൃത്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സ്തോത്രം. കാരണം അടുത്ത നിമിഷം നമ്മളുടെ സ്വന്തമല്ല. ലോകത്തിൽ ഏത് നിമിഷവും എന്തു സംഭവിക്കാം എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മനുഷ്യൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എത്രയോ പ്രഗത്ഭർ പെട്ടെന്നാണ് ഈ ലോകം വിട്ടു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ, കാരണം എന്തായാലും ശരി, ഹല്ലേലൂയ, നാളെ എന്നത് നമ്മുടെ കൈകളിലല്ല. ഇന്ന് നമുക്ക് അവസരം ലഭിക്കുമ്പോൾ നമ്മുടെ പ്രാണന് വേണ്ടി നാം കരുതുക തന്നെ വേണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മുടെ കാലശേഷം അവർക്കൊരു ദോഷം വരാതിരിക്കുവാൻ നമ്മൾ പലതും കരുതാറുണ്ട്. പക്ഷേ സ്വന്തം പ്രാണന് വേണ്ടി എന്തുകൊണ്ട് കരുതുന്നില്ല എന്നൊരു ചോദ്യത്തിന് നാം ഉത്തരം കൊടുക്കേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീണ് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുവാനിടയാകാതെ, നിത്യനരകത്തിൽ പോകുവാനിടയാകാതെ, ദൈവവചനമനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കാം. സ്വർഗരാജ്യത്തിലെത്തി ദൈവത്തോട് കൂടെ ആയുഷ്കാലം മുഴുവനും, ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ നിത്യത മുഴുവനും, അവിടെ പിന്നെ കാലമില്ല, സമയമില്ല, വർഷങ്ങളില്ല, നിത്യത മാത്രമാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുങ്ങണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിന് ഇതുവരെ ഒരുങ്ങിയവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇതുവരെ അതിന് ഒരുങ്ങുവാൻ കഴിയാതെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ വേഗത്തിൽ ഇപ്പോൾ തന്നെ ഒരു നല്ല തീരുമാനമെടുത്ത് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവപൈതലായി തീരുവാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും ആമേൻ, ഹല്ലേലൂയ, നിങ്ങളെല്ലാവരെയും ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ സന്ദേശം ഹല്ലേലൂയ നല്ലതായി തോന്നുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.